ഹലോ ഗായ്സ്, വെൽക്കം ടു പാർട്ട് 4 ഓഫ് വെഡ്ഡിങ് പർച്ചേസ്. ഇന്ന് വെഡ്ഡിങ് പർച്ചേസ് അല്ല കേട്ടോ. ഇന്ന് ശരിക്കും നമ്മൾ സാരിക്ക് പ്രീ പ്ലീറ്റ് എടുക്കാൻ പോവുകയാണ്. സാരിക്ക് പ്രീ പ്ലീറ്റ് എടുക്കാൻ എവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നേമയുടെ വീട്ടിൽ. ഈ നിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ശരിക്കും ഈ ബസ്സിലെ കിളിയാക്കി എന്നെ മാറ്റി എന്നുള്ളതായിരുന്നു എൻ്റെ ഡൗട്ട്. കാരണം ഫുട്ബോളിൽ നിന്നിട്ടായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് സ്പേസിലായിരുന്നു, ഭയങ്കര റഷായിരുന്നു. അപ്പോൾ ഓരോ ആൾക്കാർ ഇറങ്ങാനും കയറാനും ഞാനിങ്ങനെ മാറിക്കൊടുത്തുകൊണ്ടേ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ സ്ഥലം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നേമ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവളുടെ വീട്ടിൽ ചെന്നു. അവളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒബ്വിയസ്ലി ഞാൻ എപ്പോൾ അവളുടെ വീട്ടിൽ പോയാലും ഓടി നടന്ന് തിന്നാൻ നോക്കും. കാരണം അത് എൻ്റെ വീട് പോലെ തന്നെ ഞാൻ കാണും. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പം ഞാൻ ആക്ച്വലി മീനൊക്കെ കൂട്ടി കഴിക്കുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ ബേബ് മീൻ കൂട്ടാറില്ല. സോ അതുകൊണ്ട് എൻ്റെ ബേബിന് വേണ്ടി ഞാൻ മുട്ട പൊരിക്കുമായിരുന്നു അവിടെ. എൻ്റെ കർത്താവ്, ഇതൊരു ആൺകൊച്ചിന് വേണ്ടി ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ ഇന്നെനിക്കൊരു കുടുംബം ഉണ്ടായേനെ. പെങ്കൊച്ചെങ്കിൽ പെങ്കൊച്ച്. ബേബിന് വേണ്ടിയിട്ട് മുട്ടയെങ്കിലും പൊരിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാനൊരു ബേബ് എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ ബേബിന് മുട്ട പൊരിച്ചു കൊടുത്തു. അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നേമതയെ അവളുടെ സാരിയുടെ പ്ലീറ്റൊക്കെ എടുത്ത് പ്രീ പ്ലീറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങളുടെ ദുബായിലുള്ള ഞങ്ങളുടെ വൃന്ദ, ദുബായി ഫ്രണ്ട് ദുബായി, അവൾ വീഡിയോ കോൾ വിളിച്ച് പിന്നെ അവളോട് കുറേ കത്തി അടിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഈ എടുക്കുന്നതാണ് എൻ്റെ സാരി. അങ്ങനെ അവസാനം എൻ്റെ സാരി പ്രീ പ്ലീറ്റ് ചെയ്തു. പ്രീ പ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അവളുടെ വീട്ടിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ്നറും പിന്നെ മേക്ക് മീ ബോൾഡും കൂടെ എടുത്തുകൊണ്ട് അങ്ങനെ എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം അവളുടെ വീട്ടിൽ നിന്ന് സ്ട്രെയിറ്റ്നറും എടുത്ത് കുറച്ച് ഹെയറിൽ സെറ്റ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളും എടുത്ത് ബേബിനെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടിട്ട് അവൾ എന്നെ ബസ് സ്റ്റോപ്പിലാക്കാനായിട്ട് പോയി. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.